കുപ്രസിദ്ധ മോഷ്ടാവ് കാമാക്ഷി SI എന്നറിയപ്പെടുന്ന ബിജുവും മകൻ ബിബിനും പിടിയിലായി. കട്ടപ്പന തെവരയാറിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ടാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. നിരവധി മോഷണ കേസുകളിൽ പ്രതികളായ ഇവർ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കഴിയുകയായിരുന്നു. തലക്കോട് വെച്ചാണ് തൊടുപുഴ പോലീസ് പ്രതികളെ സാഹസികമായി പിടികൂടിയത്. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലായി 500 മോഷണ കേസുകളിൽ പ്രതിയാണ് കാമാക്ഷി SI എന്നറിയപ്പെടുന്ന കാമാക്ഷി വലിയപറമ്പിൽ വീട്ടിൽ ബിജു. അച്ഛന്റെ പാതയിൽ സഞ്ചരിക്കുന്ന മകൻ ബിബിൻ ബിജുവും നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. ഇരുവരും ചേർന്ന് കഴിഞ്ഞ മാസം 29-ന് കട്ടപ്പന തെവരയാറിൽ നിന്ന് 220 കിലോ പച്ച ഏലക്ക മോഷ്ടിച്ചിരുന്നു. ഇത് പിറ്റേ ദിവസം പരിചയക്കാരനായ കൗമാരക്കാരന്റെ സഹായത്തോടെ നെടുങ്കണ്ടത്തെ മലഞ്ചരക്ക് വ്യാപാര കേന്ദ്രത്തിലെത്തിച്ച് വിൽപ്പന നടത്തി. സംഭവത്തിലെ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഇരുവരും ഒളിവിലായിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത പ്രതികളെ പിടികൂടുക എന്നത് പോലീസിനെ സംബന്ധിച്ച് ശ്രമകരമായ ദൗത്യമായിരുന്നു. കഴിഞ്ഞ ദിവസം ഇരുവരും വാടകയ്ക്കെടുത്ത വാഹനത്തിൽ എറണാകുളത്ത് നിന്ന് അടിമാലി ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചു. കട്ടപ്പന പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൊടുപുഴ DYSPയുടെ കീഴിലുള്ള പ്രത്യേക സംഘം തലക്കോട് വെച്ച് ഇരുവരെയും സാഹസികമായി കീഴടക്കുകയായിരുന്നു. കുരുമുളക് സ്പ്രേ, കത്തി എന്നിവ ഈ സമയം പ്രതികളുടെ കൈവശമുണ്ടായിരുന്നു. തൊടുപുഴയിൽ എത്തിച്ച പ്രതികളെ പിന്നീട് കട്ടപ്പന പോലീസിന് കൈമാറി. പോലീസ് പിടികൂടാനെത്തുമ്പോൾ നായ്ക്കളെ അഴിച്ചുവിടുന്നതും ആക്രമിക്കുന്നതും പ്രതികളുടെ ശീലമാണ്. പ്രതികളെ നെടുങ്കണ്ടത്തെ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ എത്തിച്ച പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി. 2023-ൽ ബിജുവിനെതിരെ കാപ്പ ചുമത്തിയിരുന്നു. വിയൂർ ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷം എറണാകുളത്ത് ഡ്രൈവറായി ജോലി നോക്കി വരികയായിരുന്നു. ഇതിനിടയിലാണ് മോഷണവും നടത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മോഷണ കേസുകളിൽ 15 വർഷം ജയിൽവാസം അനുഭവിച്ചയാളാണ് കാമാക്ഷി ബിജു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.